അധ്യാപകർക്ക് 5 വർഷത്തെ ശമ്പളം നൽകാത്തത് കടുത്ത മനുഷ്യാവകാശ ലംഘനമെന്ന് MK രാഘവൻ MP. ശമ്പളം തടഞ്ഞുവച്ച സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ നടത്തിയ DDE ഓഫീസ് ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MP. 2016 മുതൽ എയ്ഡഡ് സ്കൂളുകളിൽ നിയമിതരായി 2021 സർവീസ് മാത്രം പരിഗണിച്ച് 5 വർഷത്തെ ശമ്പളം തടഞ്ഞുവച്ച സർക്കാരിന്റെ നീതി നിഷേധത്തിനെതിരെ കേരള എയ്ഡഡ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിനിധികൾ കോഴിക്കോട് DDE ഓഫീസിൽ ധർണ നടത്തി. 2016 മുതൽ PSC മുഖാന്തരം നിയമിതരായ അധ്യാപകർക്ക് നാളിതുവരെ യാതൊരു മുടക്കവും കൂടാതെ സർക്കാർ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നൽകി പോന്നിരുന്നു. എന്നാൽ 5000-ഓളം വരുന്ന അതേ ഗണത്തിൽപ്പെട്ട എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ 2016 മുതൽ 2021 വരെയുള്ള കാലയളവ് ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞു വെച്ചിരുന്നു. ഒരു തൊഴിലാളി സർക്കാരിന്റെ ഭൂഷണമല്ല എന്ന് MK രാഘവൻ MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു ഭാഗത്ത് ഇനി 118 വരെ കണ്ടെത്താനുള്ളത് നിങ്ങൾ ആലോചിക്കണം. എത്രയോ കുടുംബങ്ങൾ പോയിരിക്കുന്നു ആലോചിക്കണം. ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഓണാഘോഷം പോലും വേണ്ടെന്ന് വച്ചിരിക്കുന്നു. അവിടെയാണ് കോഴിക്കോട്ടെ ബേപ്പൂരിൽ ഈ ജലമേളയ്ക്ക് വേണ്ടി ഇന്ന് പത്രം വായിച്ചപ്പോൾ 2,45,00,000 അനുവദിച്ചിരിക്കുന്നു. ഞാൻ വളരെ വിനയപൂർവ്വം ഈ ഗവൺമെന്റിനോട് പറയുന്ന ആ പണമുണ്ടെങ്കിൽ ഈ 7 അധ്യാപകരുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. സമരത്തിൽ KATA സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് EV ഇന്ദുലാൽ അധ്യക്ഷത വഹിച്ചു. സമര കോർഡിനേറ്റർ ഷജീർ ഖാൻ വയ്യാനം സ്വാഗതം പറഞ്ഞു. PK അസീസ് മാസ്റ്റർ, PP ഫിറോസ് മാസ്റ്റർ, ഉമ്മർ മാസ്റ്റർ ചെറൂപ്പ, NK ഉണ്ണികൃഷ്ണൻ, സുധീഷ് കേശവപുരി, റാഷിദ് ഹുദവി, നന്ദകുമാർ രാമനാട്ടുകര, മനോജ് കുമാർ രാമനാട്ടുകര, നിത്യ VC എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.